അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇക്കാൻ്റെയൊക്കെ ഡ്രസ്സുകളും ഞങ്ങൾ അധികം മെഷീൻ തന്നെ കേട്ടോ ഇടാറ്. മോളുടെ മാത്രമേ കല്ലിൽ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ. എക്സ്പ്രസ്സിലാട്ടോ ഇടാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് കൊണ്ട് വാഷിലേക്ക് കഴിയും. നമുക്കിപ്പോൾ ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഓപ്ഷൻസ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ്സിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് IFBൻ്റെ തന്നെ ലിക്വിഡാണ് കേട്ടോ. ഈ ഒരു വാഷിംഗ് മെഷീൻ IFB എന്ന കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലിക്വിഡും ആ ഒരു കമ്പനിയുടെ തന്നെയാണ് കേട്ടോ. ഏകദേശം തീർന്നിട്ടൊക്കെ ഉണ്ട്, എന്നാലും മാക്സിമം അതൊന്ന് പോരാളത് പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല പീച്ചയാണ് കേട്ടോ. പിന്നെ സ്മെല്ലിന് കുറച്ച് ലിക്വിഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രോയിലാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളതൊക്കെ ഓണാക്കി നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. നമ്മുടെ അടുത്ത പണിയെന്ന് വെച്ചാൽ കർട്ടനൊക്കെ പൊന്തിച്ച് നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ മടക്കി വെക്കുക, അതുപോലെ തന്നെ പില്ലൊക്കെ നേരാക്കി വെക്കുക. അതൊക്കെ അടുത്ത പണി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ചെയ്യുന്നത്. നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീനിലിട്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് അതിലേക്ക് ഇടാനുണ്ട്. അങ്ങനെ ഡ്രസ്സുകളൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന മാവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ച മാവായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ രാവിലെ ഉമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അറിയാതെ കുഴക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കുഴച്ച മാവ് കളയണ്ടെന്ന് വെച്ചിട്ട് അതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ നീട്ടി ഈ കാണുന്ന മാവിൻ്റെ രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം, അതുപോലെ തന്നെ തേങ്ങയും, പിന്നെ നമ്മൾ കുറച്ച് മൈദപ്പൊടിയും, പിന്നെ കുറച്ചുകൂടി പഞ്ചസാര, നമുക്ക് എത്രയാണോ മധുരം വേണ്ടി വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ വെള്ളം ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ശർക്കര ഇട്ടിട്ടുണ്ട്. പക്ഷെ പോരാത്തിന് കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മളത് കുക്കറിലേക്കൊക്കെ ഒഴിച്ചത് ഈ ഒരു കാണുന്ന ഫ്ലെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സ്റ്റൗവിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കും ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കുന്നുണ്ട്, ആയിട്ടുണ്ടോ ഇല്ലേ നോക്കാൻ കേട്ടോ. അപ്പോൾ ഇമ്മയെന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ് ആയിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂറിനൊക്കെ ശേഷം ഇതായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു കുക്കറപ്പം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളുണ്ട് കേട്ടോ. വലിയ സാധനങ്ങൾ നമുക്ക് വേണ്ടതിന് കയ്യിലുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം ഇനി ഞാൻ ചായക്ക് വേണ്ടി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉണങ്ങിയ ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ മേലേക്ക്. അപ്പോൾ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കാരണം നമ്മൾ കാറ്റടിച്ചുകൊണ്ട് തന്നെ ഡ്രസ്സുകളെല്ലാം നിലത്ത് കൂടിയായിരുന്നു. ഇനി ഇതെല്ലാം എടുത്ത് റൂമിൽ കൊണ്ടുപോയി മടക്കി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.